അപ്പോൾ ഒന്നാമതായി ഒരു വിശ്വാസിയുടെ മനസ്സിൽ വേണ്ടത് അൽ ഈമാനു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസമാണ്. ഇനി വരട്ടെ, രണ്ടാമതായി നബി തങ്ങളോടുള്ള കടപ്പാടെന്താണ്? അൽ ഇത്തിബാഉ ബിസുനനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ പിൻപറ്റണം. കാരണം എന്താ? ഇന്ന് റോൾ മോഡലുകളായി ഫിലിം സ്റ്റാറുകളെ സ്വീകരിക്കുന്ന പുതിയ യുഗം. ഏതോ ചില വ്യക്തികളെ ഫാൻസ് അസോസിയേഷന്റെ ഭ്രാന്ത് പിടിച്ച ചെറുപ്പക്കാര് ഏതോ ചില ഫിലിമിന്റെയും സ്പോർട്സിന്റെയും സ്റ്റാറുകളുടെ ഫോട്ടോ വെച്ചിട്ട് ഫാൻസ് അസോസിയേഷൻ എന്ന് മസ്തിഷ്കം ഏതൊരുത്തന്റെയോ കീഴിൽ പണയപ്പെടുത്തിയ ബുദ്ധിശൂന്യരായ പുതിയ തലമുറ. മോനെ, വരേണ്ടത് എവിടെയാണ്? ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവൂല ഹത്താ യകൂന ഹവാഹു, അവന്റെ താല്പര്യമാകുന്നത് വരെ തബഅൻ ലിമാ ജിഅതു ബിഹി, ഞാൻ കൊണ്ടുവന്നതിനോട് യോജിക്കുന്നതാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക, വെറുത്തതിനെ വെറുക്കുക, ചെയ്യാൻ അനുവദിച്ചതിനെ ചെയ്യുക, കൽപ്പിച്ചതിനെ അനുസരിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഫുട് പ്രിന്റുകളെയും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു തലമുറയായാൽ, കാരണം എന്താ? സുബ്ഹ് ത്വയ്ബാ മേ ഹുയി ബൾതാ ഹെ ബാളാ നൂർ കാ, ആയാ है तारा नूर का सबसे आला नूर का. മദീനയുടെ മലർവനിയിൽ നിന്ന് ലോകാനുരാഗത്തിന്റെ ഹൃത്തടത്തിലേക്ക് സ്നേഹകുംഭങ്ങളെ പറിച്ചു നട്ടുകൊണ്ട് ലോകത്തെ മുഴുവനും സത്യത്തിന്റെ വഴിയിലേക്ക് മാടി വിളിച്ച തുല്യമായ വ്യക്തിപ്രഭാവത്തിന്റെ അത്യുജ്വലമായ മഹിതമാനാമമേ മദീനയിലെ രാജാവ്, ഹൃദയത്തിന്റെ നേതാവ്, സർവ്വറെ ആലം റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു. അതുകൊണ്ട് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അന്ത്യനാളിനെയും അല്ലാഹുവിനെയും ഭയക്കുന്നവരുണ്ടോ? അവിടെ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷ വെക്കുന്നവരുണ്ടോ? നിങ്ങളുടെ റോൾ മോഡൽ ഫിലിം സ്റ്റാർ അല്ല, സ്പോർട്സ് സ്റ്റാർ അല്ല, ഏതോ ചില ഭ്രാന്തന്മാരല്ല. നിങ്ങളുടെ മാതൃക ആരാണ്? മദീനയിലെ രാജാവാണ്. ഉജാലി രാത് ഹോഗി ഓർ മൈദാനെ ഖുബാ ഹോഗാ, ज़बाने शौक़ पर या मुस्तफा होगा. उजाली रात होगी, നറുനിലാവ് പെയ്തിറങ്ങുന്ന രാത്രിയാകട്ടെ. ഓർ മൈദാനേ ഖുബാ ഹോഗാ, ഖുബാ പള്ളിയുടെ മണിമുറ്റമാകട്ടെ. സബാനേ ശൗഖ് പർ, അനുരാഗിയുടെ അധരങ്ങളിൽ യാ മുസ്തഫ യാ മുസ്തഫ ഹോഗാ. യാ മുസ്തഫ എന്ന മന്ത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. കാരണം എന്താ? കഹീ നൂറേ നബി ഹോഗാ, എവിടെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവമുള്ളത്, കഹീ നൂറേ ഖുദാ ഹോഗാ, അവിടെയാണ് അല്ലാഹുവിന്റെ പ്രീതിയുള്ളത്. അതാണ് കാരണം. ആ ലോക നേതാവായ പുണ്യനബിയുടെ വഴികളെ അനുധാവനം ചെയ്യേണ്ടതാരാണ്? ഈ മുസ്ലിം സമുദായമാണ്. ഹബീബിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ പുതിയ യുഗത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതാരാ? മുസൽമാന്റെ ഡ്യൂട്ടിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ സംസ്കാരം ആധുനിക യുഗത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതാരാ? മുസ്ലിം സമുദായമാണ്. അതുപോലെ അവിടുത്തെ സമാധാനത്തിന്റെ സന്ദേശങ്ങളെ പുതിയ യുഗത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതാരാ?
മുസ്ലിം സമുദായത്തിന്റെ ബാധ്യതയാ. ഇന്ന് നമ്മൾ അതെല്ലാം പണയം വെച്ചിട്ട് പരിഷ്കാരത്തിന്റെ പിന്നിൽ പോണ കാലം. നമ്മളതെല്ലാം പണയം വെച്ചു പരിഷ്കാരത്തിന്റെയും പരിഷ്കാരികളുടെയും പിന്നിൽ. ആധുനികതയുടെ ഭ്രാന്ത് പിടിച്ചിട്ട് പടിഞ്ഞാറിന്റെ എച്ചിലുകളെ നെഞ്ചിൽ പിടിച്ചു കയറ്റുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, നീ സമരം ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മരിച്ചു പോകുന്നതിനെതിരെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കാരത്തെ കൊന്നുകളയുന്ന കശ്മലന്മാർക്കെതിരെയാ സമരം ചെയ്യേണ്ടത്. ചിലപ്പോ നീ തന്നെയായിരിക്കും അത്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുതെന്ന് വിലക്കിയ നേതാവിന്റെ അനുയായി അവൻ ഞെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കാൻ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്ര സംസ്കാരത്തെ ഏറ്റെടുക്കാൻ കഴിയണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടിവയറ്റിലേക്ക് കഠാര കൊണ്ട് മരണത്തിന്റെ ശയ്യയിൽ കിടക്കുമ്പോഴും ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച ആളോട് പറയാ, ഉയർത്തി കൊടുക്കണം മോനെ. അത്ര ഗൗരവമാണ്. പക്ഷേ നമ്മളത് മറന്നുപോയി. നമ്മള് വിപ്ലവത്തിന് മുമ്പിലാണ്, കാര്യം പഠിക്കാൻ പിന്നിലാണ്. വിഷയം പഠിച്ചിട്ട് ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയിൽ ചിട്ടപ്പെടുത്തണം. മെനിഞ്ഞാന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ടെക്നോ പാർക്കിൽ നിന്ന് ഇൻഫോസിസിലെ മുഴുവൻ കമ്പ്യൂട്ടറിന്റെയും പ്രോബ്ലം സൊല്യൂഷൻ നടത്തുന്ന വലിയ എഞ്ചിനീയർ സാജിദ് എന്ന് പറയുന്ന ആൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു. ഇൻഫോസിസിന്റെ വലിയ ഷിപ്പ് ബിൽഡിംഗ് കണ്ടില്ലേ നിങ്ങൾ, ബൈപ്പാസ്? അതിലെ ഏറ്റവും സീനിയർ എഞ്ചിനീയർ. അവിടെ 22ഓളം മുസ്ലിം സ്റ്റാഫാണുള്ളത്. അതിൽ മുഴുവൻ കമ്പ്യൂട്ടർ ശൃംഖലയുടെയും പ്രതിസന്ധികൾ ഉണ്ടായാൽ പരിഹരിക്കുന്ന ആൾ. അയാൾ വന്നത് എന്തിനാണെന്നറിയോ? പരിശുദ്ധമായ ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമത്തെക്കുറിച്ചും വസിയ്യത്തിനെ കുറിച്ചും പഠിക്കാൻ. ഞാൻ ചോദിച്ചു, എന്താണ്? എന്നോടത് പൊതുസമൂഹത്തോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാ പേരെടുത്തിട്ട്. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ ഗർഭം ധരിക്കുന്ന കാലത്ത് വാപ്പ എവിടെ പോയി? ഇദ്ദേഹത്തെ 25 വയസ്സായപ്പോ വാപ്പായെ കണ്ടുമുട്ടി. വാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫോൺ കോൾ വന്നു, വാപ്പാന്റെ ജനാസ കാണാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ അനന്തര സ്വത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ വാപ്പയുടെ 2ാം ഭാര്യ ഇദ്ദേഹത്തിന്റെ കൊച്ചുമ്മ പറഞ്ഞു, മോനെ, നിനക്കൊരു സ്വത്തൊന്നും ഇവിടെ വെച്ചിട്ടില്ല, എല്ലാം വിൽപത്രം എഴുതി പോയിട്ടുണ്ട്. ഇദ്ദേഹം പ്രശ്നത്തിലൊന്നും നിന്നില്ല. വാപ്പമ്മ പറഞ്ഞു, മോനെ, നിനക്ക് കൂടിയുള്ള സ്വത്താണ്, നീ അത് വാങ്ങിയിട്ടേ പോകാവൂ. മുഴുവൻ അഡ്വക്കേറ്റ്സിനെ അദ്ദേഹം സമീപിച്ചു പോൽ ഒരു പരിഹാരമില്ല. അവസാനം മുഹമ്മദ് ലോ വെച്ചുകൊണ്ട് വസിയ്യത്തിന്റെ പാഠം പഠിച്ചു. ചില കാര്യങ്ങൾ അതിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് മഖ്ദൂമിയ ദഅവാ കോളേജിൽ വന്നാ പറ്റുമെന്നറിഞ്ഞ് നേരെ അദ്ദേഹം അവിടെ വന്നു. വസിയ്യത്തിന്റെയും അനന്തരാവകാശത്തിന്റെയും നിയമം പഠിക്കാൻ. മുസ്ലിം സമുദായത്തിന് അതറിയില്ല. വാപ്പ മരിച്ച മക്കള് സ്വത്തിന് വേണ്ടി തല്ലുകൂടുക. എന്നാൽ വാപ്പ മരണപ്പെട്ടു പോയാൽ, ഒരാള് മരണപ്പെട്ടാൽ അയാളുടെ സ്വത്തിന്റെ എത്ര വിഹിതം ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഇസ്ലാമിന് നിയമമുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ അത് പഠിക്കുന്നില്ല. അതുപോലെ ഓരോ മേഖലയിലും നിയമമുണ്ട്. പക്ഷേ പഠിക്കാൻ നമുക്ക് നേരമുണ്ടോ? ഒരാൾ മരിച്ചു, അയാളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മാക്ക് എത്ര സ്വത്താണ് കൊടുക്കേണ്ടത്? ഖുർആനിൽ കാണാം, വലി ഉമ്മിഹി സുദുസു, ഉമ്മാക്ക് 1/6 സ്വത്താണ് കൊടുക്കേണ്ടത്. എത്ര വ്യക്തം! ഒരാൾ മരിച്ചുപോയി, അയാൾക്ക് ആകെ അവകാശികളായി 2 പെൺമക്കളും 1 മകനും മാത്രമേ ഉള്ളൂ. എന്നാൽ സ്വത്ത് എങ്ങനെയാണ് വിഹിതം വെക്കേണ്ടത്? മരിച്ചുപോയ ആൾക്ക് 1 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ 50,000 മകന് കൊടുക്കണം. ബാക്കി 50,000ത്തിന്റെ പകുതി വീതം പെൺമക്കൾക്ക് കൊടുക്കണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇവിടെ കേസ് വേണ്ട, വഴക്ക് വേണ്ട, തമ്മിലടി വേണ്ട, അഭിപ്രായ വ്യത്യാസം വേണ്ട. ഇത് പഠിക്കാതെയല്ലേ സഹോദരങ്ങൾ കോടതി കയറാൻ പോണത്? അപ്പൊ ഇസ്ലാമിന്റെ നിയമം പഠിക്കാൻ നമുക്ക് നേരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിട്ട പഠിക്കാൻ നമുക്ക് നേരമില്ല.
നമ്മൾ ഇഷ്ടമുള്ളതുപോലെ ജീവിതം നയിച്ചിട്ട് വിപ്ലവത്തിനിറങ്ങിയാൽ വല്ല വിജയവും കിട്ടുമോ? അപ്പോൾ അതാതു സമയങ്ങളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിക്കണം. വാപ്പ മരിച്ചുപോയി, അപ്പോൾ അവകാശികൾ ഒരാൾ എന്ത് ചെയ്യണം? വിവരമുള്ള ഒരു പണ്ഡിതന്റെ അടുക്കൽ ചെന്നിട്ട് പറയണം, ഞങ്ങൾ ഇത്ര മക്കളുണ്ട്, വാപ്പാന്റെ ഭാര്യയാകുന്ന ഉമ്മയുണ്ട്, അതുപോലെ തന്നെ ഇന്ന ആളുകളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഇതിൽ അവകാശമുള്ളവരാരൊക്കെയാണ്, അവകാശത്തിന്റെ വിഹിതം എത്രയാണ്, കൃത്യമായി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. വിവരമുള്ള ഒരു പണ്ഡിതൻ അത് അടയാളപ്പെടുത്തി തരുമ്പോ അതേ അനുപാതത്തിൽ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി കേട്ടോ. തർക്കത്തിന് അവസരമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള രണ്ടാമത്തെ കടപ്പാടേതാണ്? അൽ ഇത്തിബാഉ ബിസുനനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ അനുധാവനം ചെയ്യലാണ്, പിൻപറ്റലാണ്. മുസ്ലിം സമുദായത്തിന്റെ മക്കൾ എങ്ങനെയാ പഠിക്കേണ്ടത്? നമ്മുടെ സഹോദരിമാരുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് കണ്ടില്ലേ? തല തുറന്നിട്ടിട്ട് നടക്കുന്നത് പരിഷ്കാരമായി മാറിയില്ലേ? ശരീരത്തിന്റെ മിക്ക ഭാഗങ്ങളും പഞ്ചായത്തിന് പണയം വെച്ചു കൊടുത്ത സഹോദരി, മദീനയിൽ ഒരു രാജാവ് കിടക്കുന്നുണ്ടെന്ന മോള് മറന്നുപോയോ മോളെ? ആ നേതാവ് ഒരു നിയമം വെച്ചിട്ടില്ലേ പെങ്ങളെ? അത് അല്ലാഹുവിന്റെ നിയമമല്ലേ മോളെ? പാലിക്കേണ്ടത് വിശ്വാസികളല്ലേ സഹോദരി? പക്ഷേ നമ്മൾ മറന്നുപോയോ? ഖുദാ കീ റസാ ചാഹത്തെ ഹേ ദോ ആലം, ഖുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ്. അള്ളാഹുവിന്റെ പ്രീതിയാണ് ലോകമാകമാനം ആഗ്രഹിക്കുന്നത്. പക്ഷേ അള്ളാഹു ഡിമാൻഡ് ചെയ്യുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പൊരുത്തമുള്ളവർക്കാണ് അള്ളാഹുവിന്റെ അംഗീകാരം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പിൻപറ്റി ജീവിക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്ര സുന്നത്താണ് മോനെ! ഇസ്ലാമിനെ പോലെ കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫായി ഒരു മതവും കാണാനില്ല. എന്തേ രാവിലെ ഉണരുമ്പോൾ ഏതു ഭാഗത്തേക്ക് ഉണരണം? നീ വലതുഭാഗത്തേക്ക് എഴുന്നേൽക്കണം. എന്തു ചൊല്ലിയിട്ട് എഴുന്നേൽക്കണം? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൽ ബഅ്സു വന്നുശൂർ. അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് നീ വലതുഭാഗത്തേക്ക് ഉണർന്ന് എഴുന്നേൽക്കണം. കാരണം എന്താ? എത്ര ആളുകളാണ് രാത്രി കിടന്നിട്ട് മരിച്ചുപോയി, എന്നെ അല്ലാഹു വീണ്ടും ജീവൻ നൽകിയല്ലോ. എഴുന്നേറ്റിരുന്നിട്ട് നിന്റെ മുഖത്തെ ഉറക്കച്ചടവ് തടവി മാറ്റണം. ആരുടെ സുന്നത്താണ്? മദീനയിലെ രാജാവിന്റെ സുന്നത്താണ്. എന്നിട്ട് നീ എഴുന്നേറ്റ് പോയി നിന്റെ മുൻകൈ കഴുകണം. എന്നിട്ട് നീ നിന്റെ പ്രാഥമിക ആവശ്യ നിർവഹണം നടത്തണം. അതിനുവേണ്ടി ടോയ്ലറ്റിലേക്ക് കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് തുടങ്ങിയ ദിക്ർ ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോ അൽഹംദുലില്ലാഹില്ലദീ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അല്ലാഹുവേ അദ്ഹബനിൽ അദാ വഅഫനി, എന്നെ എല്ലാ വിഷമത്തിൽ നിന്നും. എത്രയോ ആളുകളാണ് മൂത്രമൊഴിക്കാൻ കഴിയാതെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ കഴിയാതെ പല ചികിത്സാ രീതികളും സ്വീകരിക്കുന്നവരുണ്ട്. അതിനെല്ലാം അവസരം നൽകിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. ഇങ്ങനെ അത് കഴിഞ്ഞാൽ നീ നിസ്കാരത്തിലേക്ക് വരണം. ഒരു ദിവസം 1000 ചര്യകളാണ് ചുരുങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായി നിലനിൽക്കുന്നത്. നമ്മൾ പലതും മറന്നുപോയില്ലേ? നടപ്പിലാക്കാൻ അറിയാതെ പോയോ? പാടില്ല മോനെ. കഹീ നൂറേ നബി ഹോഗാ
വഹീ നൂറേ ഖുദാ ഹോഗാ. എവിടെയാണോ അല്ലാഹുവിന്റെ പ്രീതി വേണ്ടത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിയാണ്. ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി. സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് എന്റെ അടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവന് പ്രത്യേകതകൾ നൽകുന്നതാണ്. മസാല അബ്ദി ബിന്നവാഫിലി യഖറബു ഹത്താ അകൂന ലഹു യദം വല്ലർജുലാ. അല്ലാഹു ജല്ല ജലാലുഹു ആ സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് അടുത്ത ആളുകൾക്ക് ഒരുപാട് ബഹുമാനം നൽകും. അവരുടെ കൈ സാധാരണമല്ല, അവരുടെ കാല് സാധാരണമല്ല, അവരുടെ കണ്ണ് സാധാരണമല്ല, അവരുടെ അവയവങ്ങൾ സാധാരണമല്ല. അതാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽഭാഗമെന്നോവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പാലിച്ച് ജീവിച്ച് അല്ലാഹുവിൽ നിന്നുള്ള ബഹുമാനം കിട്ടിയ മഹാനാണ്. ഖൽബ് പ്രകാശിച്ച മഹാനാണ്. അതുകൊണ്ട് കിട്ടിയ അംഗീകാരമാണ്. ഈട്ടി പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയട്ടെ, നമ്മുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ പാലിക്കുവാനുള്ള സംവിധാനം വേണം. നമ്മളിപ്പോ ജനിക്കുമ്പോഴേ മക്കളുടെ മുമ്പിലേക്ക് ടിവിയും ഇന്റർനെറ്റും മൊബൈലും ഒക്കെ വലിച്ചിട്ട് കൊടുത്ത് അവരുടെ കണ്ണും കൽബും കേടുവരുത്തിയില്ലേ? കഴിഞ്ഞ 1.5 മാസം മുമ്പ് റബീഉൽ അവ്വലിൽ ബഹ്റൈനിൽ ഞാൻ പോയിരുന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ മണിക്കൂറുകളോളം ഞങ്ങൾ അവിടെ ഉള്ള ഒരാളുമായിട്ട് സംസാരിച്ചു. അയാളുടെ LKGയിലോ UKGയിലോ പഠിക്കുന്ന കുട്ടി ഞങ്ങൾ ഇത്രയും മണിക്കൂർ നാട്ടിലെ വിഷയങ്ങൾ, അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ച വിഷയങ്ങൾ, ഇതൊക്കെ സംസാരിച്ചു കഴിയുന്ന ഈ നേരം മുഴുവനും ഈ KG ക്ലാസ്സിലെ കുട്ടി ലാപ്ടോപ്പിൽ അത് ആ ഗെയിം ആയി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആലോചിച്ചു, പഠിച്ചോനെ, ഈ കുട്ടിയുടെ കണ്ണും പോവും കൽബും പോവും. കാരണം പരിസരത്ത് എന്ത് നടക്കുന്നു കുട്ടി അറിയുന്നില്ല, അറിയേണ്ടത് അവനില്ല. ഇതൊരു ഉദാഹരണമാണെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മക്കള് ഇന്റർനെറ്റും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ടെലിവിഷന്റെയും മുമ്പിൽ പോയാൽ അവർക്ക് സാങ്കേതിക വളർച്ചയുണ്ടാകും ചിലപ്പോ. പക്ഷേ മാനുഷികമായ വളർച്ചകൾ മുരടിച്ചു പോവുകയാ. മൂല്യങ്ങളെ കുറിച്ചുള്ള ബോധം നഷ്ടമായി പോവുകയാ. അങ്ങനെ യന്ത്രവൽകൃത സമൂഹത്തിലേക്ക് പോയാൽ അവരുടെ മസ്തിഷ്കങ്ങൾ കേടായി പോകും. അതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കണം. ഞങ്ങളെല്ലാം ഉപയോഗിക്കുന്നവര് തന്നെയാണ്. അപ്പോൾ അനാവശ്യത്തിലേക്ക് നമ്മുടെ മക്കൾ വഴികേടായി പോകാതിരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ നമ്മുടെ ജീവിതത്തിൽ വരണം, നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ വരണം, നമ്മുടെ കുടുംബങ്ങളിൽ അത് കടന്നു വരണം. സുബഹിക്ക് നിത്യമായി എഴുന്നേൽക്കുന്ന വീടായി നമ്മുടെ വീട് ഉണരണം. ചില സഹോദരങ്ങളൊക്കെ വലിയ വിപ്ലവങ്ങൾ ഉയർത്തും, പക്ഷേ സുബഹിക്ക് എഴുന്നേൽക്കാറില്ല. മോനെ, നമ്മുടെ ജീവിതത്തിന് മൂല്യമുണ്ടോ? പള്ളി പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരത്തിനും പ്രശ്നത്തിനും ഒക്കെ മുമ്പിൽ നിൽക്കും. ഒരു നേരം വാങ്ക് വിളിച്ചില്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കാനും മോദിമാമായ പുറത്താക്കാനും നമ്മൾ ഇറങ്ങും. പക്ഷേ നമ്മൾ നിസ്കരിക്കാറുണ്ടോ? നിസ്കാരത്തിൽ ഒരാൾക്ക് കൃത്യതയില്ലെങ്കിൽ അവന്റെ വ്യക്തിത്വത്തിന് മൂല്യമുണ്ടോ? എല്ലാം നൽകിയ അല്ലാഹുവിനോട് നന്ദി കാണിക്കാത്ത ജന്തുവായി നമ്മൾ മാറിപ്പോയില്ലേ? അതുകൊണ്ട് നിസ്കാരമെന്ന വിഷയത്തിൽ നമുക്ക് വീഴ്ച വരാൻ പാടില്ല. സുബഹി നിസ്കാരം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. മൻ സ്വല്ലാ സ്വലാത്തൽ ബർദൈനി ദഖലൽ ജന്ന. ഒരാൾ സുബഹിയും അസ്റും നിസ്കരിച്ചാൽ അയാൾ സ്വർഗ്ഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ബാക്കി 3 വഖത്ത് നിസ്കരിക്കേണ്ടെന്നല്ല. സുബഹിയും അസ്റും നിസ്കരിക്കുന്നവൻ ബാക്കി 3ഉം എന്തായാലും നിസ്കരിക്കുന്നവനായിരിക്കും. കാരണം എന്തേ? സുബഹി ഉണരാൻ പ്രയാസമുള്ളതാണ്. വൈകുന്നേരത്തെ അസറ് കച്ചവടത്തിലും കമ്പോളത്തിലും വിട്ടുപോകാൻ സാധ്യതയുള്ളതാണ്. അതിൽ ശ്രദ്ധിക്കുന്നവൻ ബാക്കിയുള്ള നിസ്കാരം ശ്രദ്ധിക്കുന്നവനായിരിക്കും. അതുകൊണ്ട് മൻ സ്വല്ലാ സ്വലാത്തൽ ബർദൈൻ
ആ രണ്ടു നിസ്കാരങ്ങളെ സൂക്ഷിക്കുന്നവൻ, അഥവാ എല്ലാ നിസ്കാരവും ശ്രദ്ധിക്കുന്നവൻ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണെന്ന് ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും എല്ലാം നല്ല ഇസ്ലാമിക ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവരണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കുട്ടികളൊക്കെ SSLCയിലേക്ക് എത്തിയപ്പോഴേക്ക് ട്യൂഷന് നമ്മൾ എൻഗേജ് ചെയ്തു പോയി. മാത്സിന്, ഇംഗ്ലീഷിന്, അവന് ടഫുള്ള സബ്ജക്റ്റിന് വേറെ ട്യൂഷൻ, അഡീഷണൽ വെക്കേഷൻ ക്ലാസ്, മറ്റേ ക്ലാസ്. പക്ഷേ എന്റെ മകൻ നിസ്കരിക്കാനുള്ള മസാല അറിയുമോ? വെക്കേഷൻ കാലത്ത് അവനതൊന്ന് പഠിക്കട്ടെ എന്ന് ചിന്തിച്ച വാപ്പാമാരെത്രയാണ്. എന്റെ മോളേതായാലും ഇങ്ങനെയൊക്കെ പഠിക്കാൻ പോയതാണ്. അവൾക്ക് ദീനിന്റെയും നിസ്കാരത്തിന്റെയും മസാല അറിയില്ല. ഈ വെക്കേഷനിലെങ്കിലും അറിവുള്ളവരോടൊന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ച് അതിന് ഏർപ്പാട് ചെയ്ത വാപ്പമാരെത്രയുണ്ട്. നിങ്ങളും ആത്മപരിശോധന നടത്തണേ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മൂന്നാമത്തെ കടപ്പാട് ഏതാണ്? ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള മൂന്നാമത്തെ കടപ്പാട് മഹബ്ബത്തു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കലാണ്, സ്നേഹിക്കലാണ്. മുഹമ്മദ് കീ മഹബ്ബത്ത് ജാനെ മില്ലത്ത് റൂഹ് മില്ലത്ത് ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കൽ ഈ സമുദായത്തിന്റെ ആത്മാവാണ്, ജീവനാണ്. ആ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഹബീബുമായി ബന്ധപ്പെട്ടതിനെ മുഴുവനും സ്നേഹിക്കുക. ഹബീബുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഗതികളെയും സ്നേഹിക്കണം. ഹബീബിന്റെ വീടിനെ സ്നേഹിക്കണേ, ഹബീബിന്റെ നാടിനെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ പ്രേമിക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ്. അൽ ഈമാനു യരിദു ഇലൽ മദീനതി കമാ തരിദുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്കാണ് ഈമാൻ മടങ്ങുക, പാമ്പ് അതിന്റെ മടയിലേക്ക് മടങ്ങും പോലെ. ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടിനെ ബഹുമാനിക്കണം. അതുകൊണ്ട് മദീനയ്ക്ക് നമ്മൾ എങ്ങനെയാ പറയാ? അൽ മദീനത്തുൽ മുനവ്വറ. അത് ബഹുമാനത്തിന്റെ പേരാ. അൽ മദീനത്തുൽ മുനവ്വറ, വെറും മദീന എന്നല്ല, മദീന മുനവ്വറ. നോക്കൂ, മക്കൽ മുകറമ, ആദരണീയമായ മക്ക, പേരിൽ പോലും ആ ബഹുമാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മദീനയുടെ പഴയ പേര് യസ്രിബ് എന്നാണ്. അതൊരു മോശം പേരാ. ആരെങ്കിലും ആ മോശമുള്ള പേര് മദീനയെ വിളിച്ചാൽ അവൻ കുറ്റക്കാരനാണ്. അവൻ ഇസ്തിഗ്ഫാർ ചെയ്തുകൊള്ളട്ടെ. ആരെങ്കിലും മദീനയുടെ പഴയ പേര് മദീനയെ വിളിച്ചാൽ അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ ഒരു ഭാഗത്ത് ചെന്നിട്ട് ഈ മദീനത്തെ മണ്ണൊക്കെ ചളിയാണ് എന്നൊരാള് പറഞ്ഞാൽ അയാളെ 30 അടിയടിച്ചിട്ട് ജയിലിൽ അടക്കണമെന്ന് ഇമാമുൽ മദീന മാലിക് ബിൻ അനസ് തങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അൽ ഹുബ്ബുൽ മുതബാദിൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന സ്ഥലത്തെ മണ്ണല്ല, മസ്ജിദുൻ നബവിയിലെ മണ്ണല്ല, അതിന്റെ മുറ്റത്തെ മണ്ണല്ല, മദീനത്ത് എവിടെങ്കിലും ഉള്ള മണ്ണ് മോശമാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ 30 അടിയടിച്ച് ജയിലിൽ അടക്കണം എന്ന് ഫത്വ കൊടുത്തത് ആരാ? ശാഫിഈ ഇമാം തങ്ങളുടെ ഉസ്താദ്, 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ മഹാൻ, ഇമാമു ദാരുൽ ഹിജ്റ, ഇമാമുൽ ഹദീസ്, ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അതാണ് മദീനയുടെ ബഹുമാനം. അതാണ് മദീനയുടെ ബഹുമാനം. ആ മദീനയുടെ ബഹുമാനത്തെ ഒരാളെ താഴ്ത്തി കാണിച്ചാൽ, മദീനത്തേക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത സംഗതി കൊണ്ടുവന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്.
അത്രയും വലിയ ബഹുമാനമാണ് മദീനയ്ക്കുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ബഹുമാനം എത്രയാ? അല്ലാഹു തആല ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ബഹുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടാണ് മക്ക. ആ മക്കയെ കൊണ്ട് ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞു, والتين والزيتون وطور سينين وهذا البلد الأمين. അൽ അമീന്റെ നാടായ ബലദുൽ അമീൻ എന്ന മക്കയെ തന്നെയാണ് സത്യം. അത് മക്കയുടെ ബഹുമാനമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സിനെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു, ലഅംറുക വഫീ സക്റതിൻ യഅമഹൂൻ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രായം കൊണ്ട് ഖുർആൻ ബഹുമാനം പറഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയുടെ ബഹുമാനം, തങ്ങളവിടുന്ന് ബൈഅത്ത് ചെയ്തപ്പോ യദുല്ലാഹി ഫൗക ഐദീഹിം, തങ്ങൾ അവരുടെ കയ്യിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടി ഷെയ്ഖ് മുസാഫഹത്ത് ചെയ്തപ്പോ അവരുടെ മേലെയുള്ളത് തങ്ങളുടെ കൈയാണെങ്കിലും തത്വത്തിൽ അള്ളാഹുവിന്റെ കൈയുടെ സ്ഥാനത്താണ്. അഥവാ അള്ളാഹു തആല പ്രത്യേകം ബഹുമാനിച്ച കൈയാണ്, അല്ലാതെ അള്ളാഹുവിന് കൈയില്ലല്ലോ. ഷായർ മുബാറക് വിമർശകരോട് വിനയപൂർവ്വം എന്ന പട്ടാമ്പിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ CD നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. കഴിവുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം, തങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, തങ്ങളുടെ നാടിനെ ബഹുമാനിക്കണം, തങ്ങളുടെ വീടിനെ ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും ബഹുമാനം കൊടുക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായ ശഅർ മുബാറക്, അതിനും ബഹുമാനം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്, ആദരണീയമായ വിശുദ്ധ കേശം, അതിനെ ബഹുമാനിക്കണം. ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു. എവിടെയുണ്ട്? സഹീഹുൽ ബുഖാരിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശം മഹാന്മാരായ സ്വഹാബികൾ ബഹുമാനത്തിന് വേണ്ടി എടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത്, ഹജ്ജിന്റെ അമലുകളിൽ നിന്ന് പിരിയുന്ന സമയത്ത് മുടി അവിടുന്ന് വടിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബികളോട് പറഞ്ഞു, ഇഖ്സിംഹു ബൈനന്നാസ്, ഈ മുടി ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യണേ, അവർക്ക് ബറക്കത്തെടുക്കാനാണ്. റിപ്പോർട്ട് ചെയ്തത് ആരാണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആണ്. അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മുടി അവിടുന്ന് വിതരണം ചെയ്യണം. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. അബൂ അയ്യൂബ് അൽ അൻസാരി ആരാ? അബൂ അയ്യൂബ് അൽ അൻസാരി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കൽപ്പിച്ച വീടിന്റെ ഉടമ. അല്ലാഹു കൽപ്പിച്ച വീട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ചെന്നു. എല്ലാ ആളുകളും വിളിച്ചു, തങ്ങൾ എന്റെ വീട്ടിൽ വരണം, എന്റെ വീട്ടിൽ വരണം, എന്റെ വീട്ടിൽ വരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖല്ലൂ സബീലഹാ, എന്റെ ഒട്ടകത്തെ നിങ്ങൾ അങ്ങ് വിട്ടേക്ക്. ഫഇന്നഹാ മഅമൂറ, അതിനറിയാം അല്ലാഹുവിൽ നിന്ന് കൽപ്പനയുണ്ട് എവിടാ മുട്ടുകുത്തുന്നുണ്ടെന്ന്. ആ ഒട്ടകം ആദ്യം മുട്ടുകുത്തിയത് എവിടാന്നറിയോ? ഇന്ന് മസ്ജിദുൻ നബവി നിൽക്കുന്ന സ്ഥലത്താണ്. സുബുലുൽ ഹുദാ വർ റഷാദ് 3-ാം വാള്യം, സീറത്ത് ഇബ്നു ഹിശാം, സീറത്തുൽ ഹലബി, അതുപോലെ തന്നെ അൽ മദീനൽ മുനവ്വറ, താരീഖുൽ ഹറമൈൻ ശരീഫൈൻ, താരീഖുൽ മസ്ജിദുൻ നബവി ശരീഫ്, എല്ലാ ഗ്രന്ഥത്തിലും കാണാം. വഫാഉൽ വഫാ തുടങ്ങിയുള്ള ഗ്രന്ഥത്തിലെല്ലാം കാണാം. ആദ്യം മുട്ടുകുത്തിയ സ്ഥലത്ത് മസ്ജിദുൻ നബവി നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങിയില്ല. പിന്നീട് അത് പോയി. അത് മുട്ടുകുത്തിയ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല, ഇതിനോട് അടുത്ത വാതിൽ ആരുടെ വാതിലാണ്?
അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ പറഞ്ഞു, എന്റെ വാതിലാണ് നബിയേ, എന്നാ വേഗം റെഡിയാക്കിക്കോ, ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി തങ്ങളുടെ ഖസ്വാ എന്ന ഒട്ടകം മുട്ടുകുത്തിയ വീട്ടുകാരനാണ് അബൂ അയ്യൂബ് അൽ അൻസാരി. ആ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ കയ്യിൽ അവിടുത്തെ ദാടിയുടെ ഒരു രോമമുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കത് കാവലാണ്, അവിടെ വെച്ചോ.